ഈ പതാക ഉയർത്തുന്നതിനായിട്ട് ഇവിടെ ആയിരിക്കുക നമ്മുടെ ഈ ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്കറിയ സാറാണ്. സ്കറിയ സാറെ പതാക ഉയർത്തുന്നതിനായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള വിചാരിച്ച മറ്റ് വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കൊച്ചു കൂട്ടുകാരെ, നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ഒരു അവധിക്കാല ക്യാമ്പ് നടത്താറുണ്ട്. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനും അത് കളികളിലൂടെയും ഇങ്ങനെയുള്ള കായികങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് നടത്തുമ്പോൾ നമുക്കതൊരു താല്പര്യമാണ്. അറിയാതെ നമ്മുടെ വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ പരിപാടികളൊക്കെ പരിപാടി സമയം തന്നെ വൈകിയതുകൊണ്ട് ഞാൻ ഒത്തിരി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. കൊടിയേറ്റത്തിന് തുടങ്ങിയാണ്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ നല്ല ആശംസകളും 2 ദിവസം നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രതിജ്ഞ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കുട്ടികൾ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ പരിശീലനത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും വളർന്നു വരുവാൻ ഞങ്ങൾക്കായി ഒരുക്കി തന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിലേക്ക് ഞങ്ങൾ ഉൾച്ചേരുന്നു. നാം ദൈവമക്കൾ ആണ് എന്ന തിരിച്ചറിവിലും സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഈ ദിനങ്ങളിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് അവിടുത്തെ പുത്രൻ യേശുമിശിഹ കാണിച്ചു തന്ന മാർഗത്തിലൂടെ അനുദിനം ചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനും അതുവഴിയായി വിശ്വാസത്തിലും സ്ഥിരപ്പെടുവാനും ഞാൻ സർവാത്മന പരിശ്രമിക്കും. എൻ്റെ ഈ പ്രതിജ്ഞ പൂർത്തിയാകുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വരണമേ എൻ്റെ ഹൃദയത്തിൽ
വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു വീണ്ടും അവനോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരുന്നു. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവദിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടിയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ നിങ്ങൾ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിയുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. കരുണാനായ കർത്താവേ, ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനാൽ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവതമ്പുരാനെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മാത്യു അച്ഛനെയും അതേപോലെ തന്നെ ഷമാശന്മാരെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ജന്മം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ കാത്തൊരു വയസ്സിൽ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങേ രോഗികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ കരയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നമ്മുടെ ക്യാമ്പിന്റെ പേര് എന്താണെന്ന് അറിയാലോ? എന്തുവാണ്? MBOC. അബ്ബ. ഈ വർഷത്തെ തീം എന്താ? ഓക്കെ, അബ്ബ തീമുമായിട്ടാണ് നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇത് പുതിയ വന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പിന്നെ നമ്മള് അടിസ്ഥാനം നമ്മൾ ഇന്നലെ പഠിച്ചു. ഇപ്പൊ ശുപാർശ ചോദിക്കാൻ പോവാണ്, ഏത് ഗ്രൂപ്പാണ് ആദ്യം പറയാൻ സന്നദ്ധതയുള്ളത്? ഏത് ഗ്രൂപ്പാണ്? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ആദ്യം കൈവക്കിയത് ആരാണ്? ജെറുസലേം ആണല്ലോ. അപ്പൊ ജെറുസലേം ഗ്രൂപ്പിലെ എല്ലാവരും കൂടി ഒരേ താളത്തില് അതൊന്ന് പറയാൻ പറ്റുമോ? ഇന്ന് പുതിയ വന്നവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ക്യാമ്പിന്റെ അടിസ്ഥാന വചനം, നമ്മുടെ തീമുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് പുസ്തകത്തിലെ വചനം നമ്മൾ പറയുന്നത്. റെഡിയാണല്ലോ? അപ്പൊ ആദ്യം പറയാൻ പോകുന്ന ആരാണ്? ജെറുസലേം ഗ്രൂപ്പ് ആണല്ലേ? ജെറുസലേം ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് പറയണേ. പുതിയ പിള്ളേര് ആ വചനം കേൾക്കണം കേട്ടോ. നമ്മളത് പഠിക്കാൻ വേണ്ടി പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. നന്നായിട്ട് പറഞ്ഞല്ലേ? അവര് നന്നായിട്ട് പറഞ്ഞത് കൊണ്ട് ഒരു ഗോഡ് ബ്ലെസ് യു ക്ലാപ്പ്. ബാക്കി രണ്ട് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റും. റെഡി, 1 2 3 സ്റ്റാർട്ട്.
ഓക്കെ, ഇനി അപ്പൊ പുതിയ വന്ന പിള്ളേർക്ക് വചനം മനസ്സിലായല്ലോ. നമ്മൾ അടിസ്ഥാന വചനമാണ് നമ്മൾ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി വേറെ ഒരെണ്ണം കൂടി നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു, സങ്കീർത്തനം 84:4. ഓക്കെ, അത് ഏത് ഗ്രൂപ്പാണ് ആദ്യം പറയുന്നത്? ആരാണ്? ഓക്കെ, വിഷമിക്കണ്ട. ഇത് ആദ്യം പറയാന്ന് പറഞ്ഞത് സെന്റ് മേരീസ് ആണല്ലേ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഒരുമിച്ച് പറയാൻ പറ്റോ? നിങ്ങൾക്കറിയോ? വചനറിയോ? സങ്കീർത്തനം 84:4. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഇന്ന് ദേവാലയത്തിലല്ലേ? ഈ ദേവാലയത്തിൽ നമ്മൾ ക്യാമ്പ് തുടങ്ങുമ്പോ ആ വചനം പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? സന്തോഷല്ലേ? അപ്പൊ സെന്റ് മേരീസ് ഗ്രൂപ്പ് അത് പറയാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എവിടെ? നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? ബാക്കി 2 ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യോ? എന്നാ 3 ഗ്രൂപ്പ് ഒരുമിച്ച് പറയാൻ പറ്റോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ദേവാലയത്തിലായിരുന്നുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനങ്ങൾ അവര് സങ്കീർത്തനം എഴുതിയവര് പാടി പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനയാണ് ദേവാലയത്തെ കുറിച്ച്. നമ്മൾ ഇന്ന് ഇത് 2 ദിവസം ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കുക. ഈ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത്തേത് നെസ്കാദാസ് സ്മോക്ക്. Nescadas smoke. Nescadas smoke. Abund basmayo. Nescadas smoke. Shema